ARMS എഡ്യൂക്കേഷൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ബീജഗണിത രൂപത്തെ പറ്റിയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിൻ്റെ ബാക്കി നോക്കാം. ഒന്ന്, 4, 7, 10 എന്ന സമാന്തര ശ്രേണിയിൽ 1, 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക. ഫൈൻഡ് 25th ടേം. 25ാം പദവും ബീജഗണിത രൂപവും കാണുക. Algebraic form of the sequence. 25th ടേം. 1, 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക. 25th ടേം ഓഫ് ദി സീക്വൻസ്. 25ാം പദവും കാണുക. ഇതെങ്ങനെയാ കാണാൻ നോക്കാം. ഇതല്ലേ ഫസ്റ്റ് ടേം ഈക്വൽ ടു x1 ഈക്വൽ ടു 1 or f equal to 1. D equal to 4 minus 1 equal to 3. D equal to 4 minus 1 equal to 3. Find it. Algebraic form. Xn equal to dn plus f minus d. Xn equal to dn plus f minus d. D common difference, f first term, d പൊതുവ്യത്യാസം and f ഒന്നാം പദം. xn equal to nth term, nth term n-ാം പദം equal to 3n plus f 1 minus d3. xn is equal to 3n 1 minus 3 minus 2, 3n minus 2. ഈ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് 3n minus 2. ഫൈൻഡ് 25th ടേം. 25ാം പദം കാണുക. എങ്ങനെ 25ാം പദം കാണുക? നമുക്ക് ഈ ബീജഗണിത രൂപത്തിൽ തന്നെ കൊടുത്തിട്ട് കാണാം. എങ്ങനെയാ കാണാം? x25 ഈക്വൽ ടു ഈ എന്നിന്റെ പ്ലേസ് 25 കൊടുത്താൽ മതി. 3 into 25 minus 2 equal to 75 minus 2 equal to 73. അപ്പം എത്രയാണ് കിട്ടുന്നത്? 73 ആണ് കിട്ടുന്നത്. 1, 4, 7, 10 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപമാണ് 3n minus 2. 25th ടേം 25ാം പദമാണ് 73. സംസ് തുക. 1 മുതൽ തുടർച്ചയായ എണ്ണസംഖ്യകളുടെ തുക. 1 മുതൽ തുടർച്ചയായ കുറെ എണ്ണസംഖ്യകളുടെ തുക നമുക്കറിയാം. 1 plus 2 plus 3 plus etc plus n equal to എന്താണ്? n into n plus 1 by 2. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക. സം ഓഫ് n ഈവൻ നമ്പേഴ്സ്. ആദ്യത്തെ n ഇരട്ട സംഖ്യകളുടെ തുക ഈക്വൽ ടു n into n plus 1. ആദ്യത്തെ ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക ഈക്വൽ ടു n സ്ക്വയർഡ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകളുടെ തുക ഈക്വൽ ടു n സ്ക്വയർഡ്. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറെ പദങ്ങളുടെ തുക. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ കുറെ പദങ്ങളുടെ തുക ഈക്വൽ ടു n by 2 into x1 plus xn. Sn equal to n by 2 into x1 plus xn. x1 equal to ആദ്യ പദം, xn equal to അവസാന പദം. Find
Find the sum of 25 terms. Find the sum of 25 terms. Find the sum of 25 terms. 1, 6, 11, etc. Find the sum of 25 terms. Look, 1, 6, 11. This is an arithmetic sequence. The arithmetic sequence ആണ്. ഇതിന്റെ ഫസ്റ്റ് ടേം എഫ് ഈക്വൽ ടു 1. കോമൺ ഡിഫറൻസ് ഡി ഈക്വൽ ടു, പൊതുവ്യത്യാസം എന്താണ് വരുന്നത്? 6 മൈനസ് 1 ഈക്വൽ ടു 5. ഇവിടെ ഫസ്റ്റ് ടേം ആദ്യ പദം 1ഉം പൊതുവ്യത്യാസം 6 മൈനസ് 1 ഈക്വൽ ടു 5 ആണ്. ഈ സമാന്തര ശ്രേണിയിലെ 25 ടേംസിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 25th ടേം നമുക്കറിയില്ല. അത് ആദ്യമായിട്ട് നമുക്ക് 25th ടേം കണ്ടുപിടിക്കണം. xn is equal to dn plus up minus d. xn is equal to dn plus up minus d. x25 is equal to d ന്റെ പ്ലേസ് 5 കൊടുക്കുക. 5n plus f minus d. f equal to 1 minus 5. x25 is equal to 5 into n ന്റെ പ്ലേസ് 25 minus 4. x25 equal to 125 minus 4 is equal to 121. ഇതാണ് 25th ടേം. തന്നിരിക്കുന്ന ശ്രേണിയിലെ ഫസ്റ്റ് ടേം 1ഉം കോമൺ ഡിഫറൻസ് 5 ആണ്. നമുക്ക് സമ്മ് കണ്ടുപിടിക്കണമെങ്കിൽ 25th ടേം കണ്ടുപിടിക്കണം. 25th ടേം കാണാൻ xn is equal to dn plus f minus d ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ x25 is equal to 5, കോമൺ ഡിഫറൻസ് ആണ് 5. ന്റെ പ്ലേസ് നമ്മൾ 25 കൊടുക്കുക. പ്ലസ് f minus d 1 minus 5. 5 into 25 minus 4. 1 minus 5 equal to minus 4. 125 minus 4 is equal to 121. ഇതാണ് 25th ടേം നമുക്ക് കിട്ടി 121. ഇനി നമുക്ക് സമ്മ് കണ്ടുപിടിക്കാം. സം ഈക്വൽ ടു, സമ്മ് കാണാനുള്ള ഫോർമുല എന്താണ്? സം ഇസ് ഈക്വൽ ടു n/2 into x1 plus xn. n/2 into xn plus xn. ഇവിടെ എത്ര ടേംസിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്? 25 ടേംസിന്റെ സമ്മ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ ന്റെ പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കണം? 25/2 into x1 എത്രയാണ്? 1 ആണ്. xn എന്ന് പറയുന്നത് 25th ടേം 25ാം പദം നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്. അതേതാണ്? 121 ആണ് നമ്മൾ കണ്ടുവച്ചത് അല്ലെ. ഈക്വൽ ടു 25/2 into 121 plus 1 equal to 122. 122 കിട്ടി. ഈക്വൽ ടു 25 into 61. 25 into 61. Find the sum of 25 terms. Find the sum of 25 terms. Find the sum of 25 terms. 25 ടേംസിന്റെ സമ്മ് കാണാം. ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ് 1, 6, 11 എക്സെട്ര എന്നാണ് ഇവിടെ തന്നിരിക്കുന്ന സീക്വൻസ്. 25 ടേംസിന്റെ സമ്മ് കാണാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ x1 f is equal to 1 ആണ് തന്നിരിക്കുന്നത്. കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസത്തിലാണ് തന്നിരിക്കുന്നത്. 6 minus 1 equal to 5 ആണ് പൊതുവ്യത്യാസം തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ 25ാം പദം, ഈ ശ്രേണിയിലുള്ള 25ാം പദം നമ്മൾ കണ്ടുപിടിക്കണം. 25ാം പദം കാണാൻ നമ്മൾ x1 plus 24d ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? xn is equal to dn plus f minus d ഉപയോഗിക്കാം. xn is equal to, ഇവിടെ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന xn is equal to dn plus f minus d ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. x25th ടേം ആണ് നമുക്ക് കാണേണ്ടതുകൊണ്ട് ഇവിടെ ന്റെ പ്ലേസ് നമ്മൾ 25 കൊടുത്തു. 25 is equal to d എത്രയാണ് ഇവിടെ തന്നിരിക്കുന്നത്? 5 into n എത്രയാണ് നമുക്ക് എടുക്കട്ടെ? 25 പ്ലസ് f minus d. f എത്രയാണ്? 1 minus d5. x25 equal to 5 into 25 എന്ന് പറഞ്ഞാൽ 125 ആണ് വരിക. 125 പ്ലസ് 1 minus 5 എന്ന് പറഞ്ഞാൽ -4 ആണ് വരിക. 125 പ്ലസ് -4 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ 121 ആണ്. 121. ഇതാണ് 25th ടേം, 25ാം പദം. ഈ ശ്രേണിയിലെ 25ാം പദമാണ് 121. ഇനി നമുക്ക് ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാം. ഈ ശ്രേണിയിലെ 25 പദങ്ങളുടെ സമ്മ് കണ്ടുപിടിക്കാം. അതിന് ഫസ്റ്റ് ടേമും കിട്ടി, നമുക്ക് ലാസ്റ്റ് ടേമും കിട്ടി. ഫസ്റ്റ് ടേം 1 ആണ്, ലാസ്റ്റ് ടേം എത്രയാണ്? 121 ആണ്.
അപ്പം നമ്മളിവിടെ എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ് നമ്മളിവിടെ യൂസ് ചെയ്യേണ്ടത്. സമതാണ് ഈക്വൽ ടു n എത്രയാണ്? n എന്ന് വെച്ചാൽ നമ്മളോട് എത്ര ടേംസിൻ്റെ സമ്മാണോ കാണാൻ പറഞ്ഞിരിക്കുന്നത് അതാണ് n. അപ്പം 25 ആണ് ഇവിടെ n. 25/2 ഇൻറ്റു x1 എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1 ആണ് x1 വരുന്നത്. പ്ലസ് xn എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എത്ര 25th ടേം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതാണ് ഇവിടെ ഏതാണ്ടത് 121 ഈക്വൽ 25/2 ഇൻറ്റു 1 പ്ലസ് 121 എന്ന് പറഞ്ഞാൽ 122 ആയിരിക്കും ഈക്വൽ ടു 25 ഇൻറ്റു ഈ 2ഉം 122ഉം കൂടി ക്യാൻസൽ ചെയ്താൽ ഇൻറ്റു 61 വരും. 25 ഇൻറ്റു 61. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്നത് 1525. 1525 ഇതാണ് ഇതിൻ്റെ ആൻസർ. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 40. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 40. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം സം ഓഫ് എ നേച്ചർ നമ്പേഴ്സിനാണ്. ഇത് എണ്ണസംഖ്യകളുടെ തുകയാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് കാണാനുള്ള ഫോർമുല നമുക്കറിയാം, ഇത് എണ്ണസംഖ്യകളാണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? n ഇൻറ്റു n പ്ലസ് 1/2. n ഇൻറ്റു n പ്ലസ് 1/2. 1 എന്നാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 40. ഇവിടെ എന്നിൻ്റെ പ്ലേസിൽ എത്രയാണ് വരേണ്ടത്? 40. 40 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 41. 40 ഇൻറ്റു 41/2. 40 ഇൻറ്റു 41/2. 14ൻ്റെ പകുതി 14 2 കൊണ്ടും കട്ട് ചെയ്യാം. 20 ഇൻറ്റു 41. 20 ഇൻറ്റു 41 ഈക്വൽ ടു 820. 820 ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത്. അതിൻ്റെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 100. 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 100. But n even numbers. Sum of n even numbers equal to n into n plus 1. Sum of n even numbers equal to n into n plus 1. ഇത് 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 100 ആണ്. അപ്പം നമുക്കിതിൽ കോമൺ ആയിട്ട് 2 പുറത്തെടുക്കാം. 2 ഇൻറ്റു ഇവിടെ 2 പുറത്തെടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 50 അല്ലേ വരിക. ഇതിൽ 2 4 6 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നത്. 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 50. 2 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് സം ഓഫ് എൻ നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണസംഖ്യകളുടെ തുക കാണാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ യൂസ് ചെയ്യുന്നത്? n ഇൻറ്റു n പ്ലസ് 1/2 അല്ലേ? ഈ 2 ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? n ഇൻറ്റു n പ്ലസ് 1. n ഇൻറ്റു n പ്ലസ് 1. അപ്പോൾ ഇവിടെ എത്ര ടേംസ് ആണ്? 50. 50 ഇൻറ്റു 51. 50 ഇൻറ്റു 51 ഈക്വൽ ടു 2550. 2550. 2 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് എക്സെട്ര പ്ലസ് 100 ആണ് തന്നിരിക്കുന്ന നമ്പേഴ്സ്. അതിൽ നമുക്ക് 2 പുറത്തെടുക്കാം. തന്നിരിക്കുന്നതൊക്കെ 2ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. അപ്പോൾ നമുക്ക് 2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 50 ആണ് വരുന്നത്. അപ്പോൾ ഈ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണസംഖ്യകളുടെ തുക കാണാൻ നമുക്കറിയാം n ഇൻറ്റു n പ്ലസ് 1/2 ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് 50ൻ്റെ ഇവിടെ n ഇൻറ്റു n പ്ലസ് 1/2 കൊടുക്കുക. ഈ 2 ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? n ഇൻറ്റു n പ്ലസ് 1 ആണ് വരുന്നത്. n ഇൻറ്റു n പ്ലസ് 1 ഈക്വൽ ടു 50 ഇൻറ്റു 50 പ്ലസ് 1. 50 ഇൻറ്റു 50 പ്ലസ് 1. 50 ഇൻറ്റു 51 2550. 2550 ഇതാണ് ഇവിടെ ആൻസർ വരുന്നത്. 2550. 1 4 7 etc. Find the sum of first 100 terms. 100 termsൻ്റെ സം കാണാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഈ തന്നിരിക്കുന്ന സമാന്തര ശ്രേണിയിലെ 100 ടേംസിന്റെ സമ്മ് കാണാനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൽ 100th ടേം നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഇതിൽ എന്തൊക്കെ തന്നിരിക്കുന്നത്? എഫ് ഈക്വൽ ടു 1 കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കറിയുന്ന കാര്യം ഡി പൊതുവ്യത്യാസം എത്രയാണ് തന്നിരിക്കുന്നത്? 4 - 1 = 3. അതും നമുക്ക് കിട്ടി. പിന്നെ 100th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 100th ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ xn = dn + f - d ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. xn = dn + f - d. ഇവിടെ 100th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് x100 = d എത്രയാണ് ഇവിടെ? 3 × n-ന്റെ പ്ലേസ് നമ്മൾ എന്ത് കൊടുക്കണം? 100 പ്ലസ് f എത്രയാണ്? 1 മൈനസ് d എത്രയാണ്? 3 അല്ലേ? x100 = 300 പ്ലസ് 1 - 3 എന്ന് പറഞ്ഞാൽ -2 ആണ് വരിക. അപ്പം നമുക്ക് ഇത് 300 - 2 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. 300 - 2 300 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ എന്താ കിട്ടുക? 298 വരും. 298 വരും. ഇനി നമുക്ക് ഇതിന്റെ സമ്മ കാണാം. ഇത് 100th പദമാണ് ഈ 298 തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ സമ്മ കാണാം. Sn = n/2 × x1 + xn. ഇവിടെ x1 എത്രയാണ്? 1. xn എത്രയാണ്? 298 അല്ലേ? 100ാം പദം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതാണ് 298 = എത്ര ടേംസിന്റെ സമ്മാണോ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്? അതാണ് n. ഇവിടെ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്ന എത്ര ടേംസിന്റെ സമ്മാണ്? 100 ടേംസിന്റെ സമ്മാണ്. അതുകൊണ്ട് നമ്മൾ 100/2 × x1 എത്രയാണ്? 1 പ്ലസ് xn എത്രയാണ്? 298. ഇനി നമുക്ക് 100/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 50. 50 × 298 പ്ലസ് 1 എത്രയാ വരിക? 299. 299. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 14,950 ആണ് ഇതിന്റെ ആൻസർ വരിക. 14,950 ആണ് ഇതിന്റെ ആൻസർ. k + 2, 4k - 6, 3k - 2 are 3 consecutive terms of an arithmetic sequence. Find the value of k. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണ് k + 2, 4k - 6, 3k - 2. കെയുടെ വില കാണുക. ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണ് k + 2, 4k - 6, 3k - 2. കെയുടെ വില കാണുക. അപ്പം ഇതിലെങ്ങനെയാണ് നമ്മൾ കെയുടെ വില കണ്ടെത്തുക നോക്കാം. കെയുടെ വില k + 2, 4k - 6, 3k - 2 ഈസ് എൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഒരു സമാന്തര ശ്രേണിയുടെ 3 പദങ്ങളാണ്. അപ്പം ABC ആണെങ്കിൽ ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണ് ABC എങ്കിൽ B = ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ABC എന്നത് ഒരു സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങളാണെങ്കിൽ B = മിഡിൽ ടേം B = ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം ബൈ 2. ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. അങ്ങനെ നമുക്കിത് ചെയ്യാം. ഇവിടെ മിഡിൽ ടേം ഏതാണ് വരുന്നത്? 4k - 6 = ആദ്യ പദം k + 2 പ്ലസ് അവസാന പദം 3k - 2 ബൈ 2 അല്ലേ? ഇതാണ് മിഡിൽ ടേം. നടുവിലെ പദം ഇതാണ് വരുന്നത് 4k - 6. ആദ്യ പദം പ്ലസ് അവസാന പദം ബൈ 2. 4k - 6 = കെയും 3kയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4k പ്ലസ് 2 മൈനസ് 2 0 ആവും. ബൈ 2. 4k ബൈ 2. 4k - 6 = 4k ബൈ 2 എന്ന് പറഞ്ഞാൽ 2k ആണ്. 2k 4k ഈ 2k ഈക്വൽ എങ്ങോട്ട് വരുമ്പോൾ -2k. ഈ -6 ഈക്വൽ എങ്ങോട്ട് പോകുമ്പോൾ +6 ആവും. 4k - 2k എന്ന് പറഞ്ഞാൽ എന്താ വരിക? 2k ആയിരിക്കും. 2k = 6. therefore k = 6/2 = 3. ഇവിടെ kയുടെ വാല്യൂ എത്രയാണ്? 3 ആണ്.
അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് പദങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കെ പ്ലസ് ടു ഒന്നാം പദം കെ പ്ലസ് ടു ആണ്. കെന്റെ പ്ലേസ് 3 വാല്യൂ കൊടുക്കുക. ഈക്വൽ ടു 3 + 2 = 5. ആദ്യ പദം എത്രയാണ്? 5. പിന്നെ സെക്കൻഡ് പദം, രണ്ടാം പദം വരുന്നത് 4k - 6 ആണ്. അപ്പോൾ 4k - 6 കെന്റെ പ്ലേസിൽ 3 വാല്യൂ കൊടുത്തു നോക്കുക. 4 × 3 - 6 12 - 6 = 6. ആദ്യ പദം 5ഉം രണ്ടാം പദം 6 ആണ് വരുന്നത്. ഇനി മൂന്നാം പദം 3k - 2 ആണ്. ആ കെന്റെ പ്ലേസിൽ 3 വാല്യൂ കൊടുത്തു നോക്കാം. 3k - 2 3 = 3 × 3 - 2 9 - 2 = 7. ഏതാണ്? 5, 6, 7 ആണ് ഈ സമാന്തര ശ്രേണിയിലെ തുടർച്ചയായ 3 പദങ്ങൾ. Find the algebraic form of this arithmetic sequence. Find the algebraic form of an arithmetic sequence 8, 11, 14, etc. Is 121 a term of the sequence? Why? 8, 11, 14 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക. 121 ഈ ശ്രേണിയിലെ പദമാണോ? എന്തുകൊണ്ട്? ഈ 2 ക്വസ്റ്റ്യൻ ആണ് ഇതിലുള്ളത്. 8, 11, 14 എന്ന സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം കാണുക, അതാണ് ഈ ക്വസ്റ്റ്യൻ. 121 ഈ ശ്രേണിയിലെ പദമാണോ? 121 ഈ ശ്രേണിയിലെ പദമാണോ? ഇതാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. 8, 11, 14 etc. അതിലെ ക്വസ്റ്റ്യൻ ബീജഗണിത രൂപം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ബീജഗണിത രൂപം കാണാൻ നമുക്ക് f = 8 തന്നിട്ടുണ്ട്. d = 11 - 8 = എത്ര വരും? 3 വരും. പൊതുവ്യത്യാസം കിട്ടി. ആദ്യ പദവും കിട്ടി, പൊതുവ്യത്യാസം കിട്ടി. ഇനി xn is equal to dn plus f minus t നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. xn is equal to xn nth to n-ആം പദം equal to d ന്റെ പ്ലേസിൽ 3n plus f എത്രയാണ്? f 8 minus d 3 equal to 3n plus 5. ഈ ഇതിന്റെ algebraic form ബീജഗണിത രൂപമാണ്. nth ടേം or ബീജഗണിത രൂപം അല്ല, n-ആം പദം is equal to എത്രയാണ്? 3n plus 5. 3n plus 5 ആണ് ഇതിന്റെ ബീജഗണിത രൂപം. ഇനി 121 is a term of the sequence എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 121 ഈ ശ്രേണിയിലെ പദമാണോ? ഈ ശ്രേണിയിലെ, ഈ സമാന്തര ശ്രേണിയിലെ പദമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ബിന്റെ ആൻസർ ചെയ്ത ഇതിന്റെ പൊതുവ്യത്യാസം നമുക്കറിയാം 3 ആണെന്ന്. നമ്മൾ ഓരോരോ ടേമിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. അപ്പൊ 8നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 3s are 6, 8 - 6 = 2, റിമൈൻഡർ 2 കിട്ടി. 11നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 3s are 9, 11 - 9 = 2, റിമൈൻഡർ കിട്ടി. ഇനി 14നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 3s are 12, റിമൈൻഡർ 2 കിട്ടി. അതുപോലെ 121നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 3s are 12, 12 - 12 0, bring down 1 0. അപ്പൊ ഇവിടെ റിമൈൻഡർ 1 ആണ്. ഓരോരോ ടേമിനെയും കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, പൊതുവ്യത്യാസം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 ആണ്. പക്ഷേ 121നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. അങ്ങനെയാണെങ്കിൽ 121 ഈസ് നോട്ട് എ ടേം ഓഫ് ദി സീക്വൻസ്. 121 ഈ ശ്രേണിയിലെ പദമല്ല. ഇവിടെ റിമൈൻഡർ 2 ആയി വരികയാണെങ്കിൽ ഇറ്റ് ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ് ആയിരുന്നു. ബട്ട് ഇവിടെ റിമൈൻഡർ 1 ആണ്. അതുകൊണ്ട് 121 ഈസ് നോട്ട് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഈ ശ്രേണിയിലെ പദമല്ല. ഇന്നത്തെ ക്ലാസ്സിൽ സമാന്തര ശ്രേണിയിലെ പദങ്ങളുടെ തുക കാണാനാണ് പഠിച്ചത്. കൂടുതലായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതുമായി ബന്ധപ്പെട്ട പ്രാക്ടീസ് ക്വസ്റ്റ്യൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. താങ്ക് യു.